നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തുക വഴി ദ്വിമുഖ തന്ത്രമാണ് ഇപ്പോൾ ട്രംപ് പയറ്റുന്നത്. നേരത്തെ ഇറാൻ അമേരിക്കയോടും ഇസ്രയേലിനോടും പയറ്റിയ അതേ തന്ത്രം ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നു. ഉപരോധം ലംഘിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ഇറാനിയൻ കപ്പലുകളെയും തങ്ങൾ ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നു. ഹോർമുസിൽ ഉപരോധം ആരംഭിച്ചതിന് പിന്നാലെ കടുത്ത ഭീതിയാണ് മേഖലയിൽ. ഇറാനിയൻ നാവികസേനയെ ഇതിനോടകം തന്നെ തങ്ങൾ തകർത്തു കഴിഞ്ഞുവെന്നാണ് ട്രംപ് പറഞ്ഞത്. 158 കപ്പലുകൾ കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്നു. അവശേഷിക്കുന്ന ഇറാനിയൻ ഫാസ്റ്റ് അറ്റാക്ക് കപ്പലുകൾ ഉപരോധ മേഖലയിലേക്ക് വന്നാൽ അവയെ കടലിന്റെ അടിത്തട്ടിലേക്ക് തങ്ങൾ അയക്കുമെന്നാണ് ട്രംപ് ആവർത്തിച്ചു പറയുന്നത്. ഇറാനിലെ എല്ലാ തുറമുഖങ്ങളിലും ഇപ്പോൾ ഉപരോധം നിലനിൽക്കുന്നു. ഇറാനിയൻ തീരപ്രദേശവും ഊർജ്ജ മേഖലയും അമേരിക്കയുടെ നിയന്ത്രണ പരിധിയിലാണ് ഇന്ന് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് ഹോർമുസിലും ഇറാൻ തുറമുഖങ്ങളുമടക്കം കടുത്ത ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാന്റെ മുഖ്യ വരുമാനം എണ്ണ കയറ്റുമതി തന്നെ. ആ മേഖലയെ ഞെരിച്ചുടച്ച് ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്ന തന്ത്രം ഒരു വശത്ത്, മറുവശത്ത് ഇറാന് വ്യോമപ്രതിരോധ സംവിധാനം നൽകുമെന്ന് പറഞ്ഞ ചൈനയെ ഒരു പാഠം പഠിപ്പിക്കൽ. ഉപരോധത്തിന് മറുപടിയായി പേർഷ്യൻ ഗൾഫിലെയും ഒമാനിലെയും അമേരിക്കൻ സഖ്യകക്ഷികളുടെ തുറമുഖങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ ഇന്നലെ പറഞ്ഞത്. എന്നാൽ അത്തരം ആക്രമണങ്ങൾക്ക് മുതിർന്നാൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഞങ്ങൾ ഇറാനെ തകർക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഉപരോധത്തിന്റെ പേരിൽ ഗൾഫ് മേഖലയിലേക്ക് മിസൈലുകൾ തൊടുക്കാനോ അമേരിക്കൻ സഖ്യരാജ്യങ്ങളുടെ തുറമുഖങ്ങൾ ആക്രമിക്കാനോ ഇപ്പോൾ ഇറാന് കഴിയുന്നില്ല. അത്തരം എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ഊർജ്ജ മേഖലകൾ അടക്കം ആക്രമിച്ച് തകർക്കും. മറുവശത്ത് ഇസ്രായേലിന് നേർക്കും മിസൈലുകൾ തൊടുക്കാൻ കഴിയാത്ത നിലയിലാണ് ഇപ്പോൾ ഇറാൻ. അതുകൊണ്ട് തന്നെ ഈ ഉപരോധം പല തലങ്ങളിൽ കൂടുതൽ ശക്തിയുള്ളതാണ്. ട്രംപിന്റെ നീക്കത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി ചൈനയ്ക്ക് തന്നെ. ഇരട്ടയടിയാണ് ചൈനയ്ക്ക് ഇപ്പോൾ ട്രംപ് കൊടുത്തിരിക്കുന്നത്. ഇറാൻ ആയുധ പിന്തുണ നൽകിയാൽ ചൈനയ്ക്ക് 50% അധിക തീരുവ എന്ന മുന്നറിയിപ്പ്. തൊട്ടുപിന്നാലെയാണ് ഹോർമുസ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ചൈനയുടെ നെഞ്ചത്തിനടി കൊടുത്തത്. ലോകവിപണിയിലേക്ക് എത്തുന്ന എണ്ണയിൽ 20% ഒഴുകുന്ന വഴിയാണ് ഇപ്പോൾ ഹോർമുസ്. ഈ കടലിടുക്കിൽ കടുത്ത ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തുമ്പോൾ ഇറാനെ വലിച്ചു മുറുക്കുന്ന ആക്രമണ തന്ത്രം തന്നെയാണ് ട്രംപ് പുറത്തെടുത്തത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ചൈന. ഹോർമുസിലൂടെയുള്ള മൊത്തം എണ്ണ ഇറക്കുമതിയിൽ ഏതാണ്ട് 40% പോയിരുന്നത് ചൈനയിലേക്ക്. LNGയിൽ ഇത് 30%. ഇറാന്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും എണ്ണയെയും LNGയെയും വലിയ തോതിൽ ആശ്രയിക്കുന്ന ചൈനീസ് റിഫൈനറികൾക്ക് ട്രംപിന്റെ നീക്കം കനത്ത ആഘാതമുണ്ടാക്കി. മറുവശത്ത് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഏകദേശം 40ഓളം രാജ്യങ്ങളിൽ നിന്ന്. 2019 മുതൽ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായി ഇന്ത്യ നിർത്തിവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള ഉപരോധം ഇന്ത്യ കാര്യമായി ബാധിക്കുന്നില്ല. ഉപരോധം മറികടന്ന് കപ്പലുകൾ എത്തിയാൽ അമേരിക്കൻ നാവികസേന കപ്പലുകളോട് ആദ്യം മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടും. പിന്നീട് അതിന് തയ്യാറായില്ല എങ്കിൽ കപ്പലുകളുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കൻ നാവികസേന ഏറ്റെടുക്കും. ഇപ്പോഴും ഭയന്നു മാറി നിൽക്കുകയാണ് നാറ്റോ സഖ്യരാജ്യങ്ങൾ. ഹോർമുസിൽ കപ്പലുകളെ തടയാൻ US-നൊപ്പം മറ്റ് ചില രാജ്യങ്ങൾ കൂടി ചേരുമെന്ന് ഇന്നലെ ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഹോർമുസ് ബ്ലോക്ക് ചെയ്യാൻ തങ്ങളില്ല എന്ന് UK തങ്ങളുടെ നിലപാടറിയിക്കുന്നു. പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിൽ ആഴ്ത്തുന്ന നടപടിക്കാണ് ഇപ്പോൾ ട്രംപ് തുടക്കമിട്ടിരിക്കുന്നത്. എന്നാൽ ഒരു പ്രത്യാക്രമണത്തിനുള്ള ശക്തി ഇറാനില്ല. ഈ താൽക്കാലിക വെടിനിർത്തൽ ഇറാന് ഇപ്പോൾ അല്പം ആശ്വാസം പകർന്നിരിക്കുന്നു. അതിനെ തകർക്കുന്ന വിധം പ്രത്യാക്രമണങ്ങൾക്ക് മുതിർന്നാൽ കൂടുതൽ അപകടം വരുത്തിവെക്കുമെന്ന് ഇറാൻ അറിയാം. അമേരിക്കൻ നാവികസേനയുടെ വമ്പൻ യുദ്ധക്കപ്പലുകളെ നേരിടാൻ ഇറാന്റെ സ്പീഡ് ബോട്ട് ആക്രമണങ്ങൾക്ക് കഴിയില്ല. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ കൈവശമുള്ള 5000ഓളം വരുന്ന സ്പീഡ് ബോട്ടുകൾ US സേനയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ നേരത്തെ കടക്കാൻ ശ്രമിച്ചിരുന്ന കപ്പലുകളെ അവർ ഉപരോധിച്ചിരുന്നതും ഈ സ്പീഡ് ബോട്ടുകളുടെ സഹായത്തോടെ. വമ്പൻ യുദ്ധക്കപ്പലുകൾ അണിനിരക്കുന്നതോടെ സ്പീഡ് ബോട്ടുകളെ കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ലാതാകും. റഡാറുകളെ വെട്ടിച്ച് അതിവേഗം സമുദ്രത്തിലൂടെ പായാൻ കഴിയുന്ന ഈ ബോട്ടുകളെ ഉപയോഗിച്ചായിരുന്നു വ്യാപകമായ തോതിൽ അവർ അവിടെ മൈൻ വിതറിയത്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഇറാൻ നാവികസേന മുന്നറിയിപ്പ് നൽകുന്ന ദൃശ്യങ്ങൾ ഇറാൻ തന്നെ പുറത്തുവിട്ടു.
പ്രതിദിനം 100-ലധികം കപ്പലുകൾ കടന്നുപോയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വിരലിലെണ്ണാവുന്ന കപ്പലുകൾ മാത്രമാണ് ഹോർമസ് കടലിടുക്കിലൂടെ പുറത്തേക്ക് കടക്കുന്നത്. എണ്ണവില ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്നു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ബ്രിട്ടൻ ആവശ്യപ്പെടുന്നു. എന്നാൽ എങ്ങനെ സമാധാനം പുനഃസ്ഥാപിക്കാം എന്നതിനെക്കുറിച്ച് ബ്രിട്ടനും വലിയ ധാരണയില്ല. ഇരുപക്ഷത്തോടും ചേരാതെ കപ്പൽ ഗതാഗതത്തിന് സംരക്ഷണം നൽകാൻ ബഹുരാഷ്ട്ര സേനയെ നിയോഗിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആലോചിക്കുന്നു. വരും ദിവസങ്ങളിൽ ലണ്ടനിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്നാണ് മക്രോൺ പറയുന്നത്. ഹോർമസ് കടലിടുക്കിലെ ഉപരോധം മറുവശത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ പൂർണ്ണമായും വരിഞ്ഞു മുറുക്കുന്നു. അമേരിക്കൻ ബ്ലോക്കേഡ് വഴി അമേരിക്കക്കാർക്ക് പഴയ പെട്രോൾ വിലയോർത്ത് ഒരു നൊസ്റ്റാൾജിയ അടിക്കേണ്ടി വരുമെന്നാണ് ഇറാൻ പറയുന്നത്. നിലവിൽ 2 വിമാനവാഹിനി കപ്പലുകളും 30ഓളം യുദ്ധക്കപ്പലുകളുമാണ് മേഖലയിൽ അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. നിലവിലെ വെടിനിർത്തൽ അടുത്തയാഴ്ച അവസാനിക്കും. അതിനു മുൻപൊരു സമാധാന കരാറിലെത്താൻ ഇറാനോട് വീണ്ടും ട്രംപ് ആവശ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് സമാധാന കരാർ നിലവിൽ വരുത്തണമെന്നാണ് ഇറാൻ ഇക്കഴിഞ്ഞ ദിവസം വീണ്ടും തന്നോട് ആവശ്യപ്പെട്ടതെന്ന് ട്രംപ് പറയുന്നു. തുർക്കിയുടെ നേതൃത്വത്തിൽ ചില സമാധാന നീക്കങ്ങൾക്ക് ഇപ്പോൾ തുടക്കമിട്ടു. ഇസ്ലാമാബാദിലോ ജനീവയിലോ വെച്ച് തുടർ ചർച്ചകൾ നടത്തുമെന്നാണ് ടർക്കി പറയുന്നത്. കരാറിന്റെ ഭാഗമായി ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായി സൂക്ഷിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് റഷ്യ വീണ്ടും നിലപാട് വ്യക്തമാക്കി. ഈ നിർദ്ദേശം ഇപ്പോഴും പരിഗണനയിലുണ്ട് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുതിൻ പറഞ്ഞത്. ഇറാനുമായി ബന്ധപ്പെട്ട ടാങ്കറുകളെയും തുറമുഖങ്ങളെയുമാണ് അമേരിക്കൻ നാവികസേന ലക്ഷ്യമിടുന്നത്. എന്നാൽ ഹോർമസ് കടലിടുക്കിലൂടെ ഇന്നലെ 2 കപ്പലുകൾ കടന്നുപോയി. ഒന്ന് ചൈനയിലേക്ക്, മറ്റൊന്ന് ഇന്ത്യയിൽ നിന്ന് UAE പോയ കപ്പൽ. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ആണവായുധം ഉപയോഗിക്കില്ല എന്ന് ട്രംപ് ആവർത്തിച്ചു പറയുന്നു. എന്നാൽ മാരകമായ ആക്രമണം, വെടിനിർത്തൽ കരാർ പാലിക്കപ്പെട്ടില്ലെങ്കിൽ അമേരിക്ക തുടരുമെന്ന് ട്രംപ് നിലപാട് വ്യക്തമാക്കി. പതിറ്റാണ്ടുകളിലെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു ചർച്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദ് സാക്ഷ്യം വഹിച്ചത്. എന്നാൽ ഒരു തീരുമാനത്തിലെത്താതെ പെട്ടെന്ന് തന്നെ JD വാൻസ് അമേരിക്കയിലേക്ക് മടങ്ങി. വെടിനിർത്തൽ അവസാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഇറാന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് ഒരു കരാറിന് വേണ്ടി ഇറാൻ തങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ട്രംപ് പറയുന്നു. ഇസ്ലാമാബാദിൽ നിന്ന് ചർച്ചകൾ അവസാനിപ്പിച്ച് ഇരു രാജ്യങ്ങളും മടങ്ങി. എങ്കിലും ഇപ്പോഴും ചർച്ചകൾ അനൌദ്യോഗിക തലത്തിൽ തുടരുകയാണ് എന്ന സൂചനകൾ പുറത്തുവരുന്നു. ഏതെങ്കിലും തലത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായാൽ തങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് ഇസ്രായേലിന്റെ IDF പറയുന്നു. അതുതന്നെയാണ് അമേരിക്കയുടെയും ട്രംപിന്റെയും ശക്തി. ഒരു വാക്കുമതി നെതന്യാഹുവിനോട് ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിക്കാൻ ട്രംപിന്. നെതന്യാഹുവും ട്രംപും ഇപ്പോഴും കട്ടയ്ക്ക് നിൽക്കുന്നു. ഹോർമസ് കടലിടുക്കിൽ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഇപ്പോൾ പൂർണ്ണ വിജയം എന്ന് വിലയിരുത്താം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.